അല്ല, ഇപ്പൊ നമ്മൾ ഇത്രയും വർഷം കൂടെ നിന്നിട്ട് അവർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇനി അവരുമായിട്ട് ചർച്ച നടത്തി ആ കാര്യങ്ങളും എന്തെങ്കിലും നടക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കില്ലാതെ ആയിട്ടുണ്ട്. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു നിലപാടെടുത്തത് തന്നെ. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ ദിവസമാണ് NDA വിടുന്നു എന്നുള്ള വാർത്ത പുറത്തുവന്നത്. വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CK ജാനു നമ്മോടൊപ്പം ചേരുകയാണ്. ഇങ്ങനെ ഒരു മുന്നണി വിടാനുള്ള ഒരു കാരണം എന്താണ്? മുന്നണി വിടാനുള്ള ഒരു കാരണം, ഞങ്ങള് 2016 മുതൽ NDAയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ്. അതിന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇടക്കാലം കുറച്ചൊരു മാറി നിന്നായിരുന്നു. വീണ്ടും NDAക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോ മുന്നണി എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണന NDA ശരിക്കും നമുക്ക് തന്നില്ല. മുന്നണി എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണന ഇപ്പോ മുന്നണി ആകുമ്പോൾ തന്നെ ചില ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ എല്ലാ മുന്നണിക്കാരും വെക്കാറുണ്ട്. അത്തരം ഒരു ഡിമാൻഡ് നമ്മളും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ മെയിനായിട്ട് വെച്ച ഡിമാൻഡ് ഇപ്പോ ആദിവാസികളുടെ പ്രദേശങ്ങൾ പട്ടികവർഗ പ്രദേശമാക്കണമെന്ന, അത് ശരിക്കും ഇന്ത്യൻ ഭരണഘടനയിൽ 244 വകുപ്പാണ്. ഇപ്പോ നമ്മുടെ കേരള, കർണാടക, തമിഴ്നാട് മാത്രമേ അതിലില്ലാത്തേ ഉള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റും അതിലാക്കിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ അത് ആക്കണമെങ്കിൽ കേന്ദ്രത്തിലെ പാർലമെന്റിലാണ് ഇത് പാസ്സാക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് പാസ്സാക്കി തരണം. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകളെയും കൂടെ, ഈ മുന്നണിയിലുള്ള ആളുകളെ പരിഗണിക്കുന്ന ബോർഡ്, കോർപ്പറേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളിലുള്ള നമ്മളുടെ ഒരു പങ്കാളിത്തം ഉറപ്പിക്കണം. അപ്പൊ മുന്നണി എന്നുള്ള നിലയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ കൃത്യമായിട്ട് ഇതിനകത്ത് നടക്കണം. നേതാക്കന്മാരെ കണ്ടിരുന്നു. നമ്മൾ പരാതി തന്നെ അവർക്ക് തയ്യാറാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പരിഗണിക്കുന്നില്ല. ഇപ്പോഴും അത് പരിഗണിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പേര് NDA എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ കാര്യങ്ങൾ ഇപ്പോ ആദിവാസി മേഖലയിലാണെങ്കിലും ദളിത് മേഖലയിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ ഒരുപാടുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെന്റ് തലത്തിൽ സാധ്യതയുണ്ട്. അവർക്ക് അത് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട്, പ്രശ്നമൊന്നും വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നതുണ്ട്. പൂർണ്ണമായും NDA വിട്ടു നിൽക്കണോ അതോ വേറെ ഏതെങ്കിലും മുന്നണിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു? വേറെ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോവോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പാർട്ടി ശക്തിപ്പെടുത്താനും അതിനോടൊപ്പം തന്നെ അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലുള്ള സംഭവം വരുമ്പോൾ അതിന് ഇടപെടാനും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം, ഒറ്റയ്ക്ക് ഇടപെടുക എന്നുള്ള ഒരു തീരുമാനമാണുള്ളത്. മത്സരിക്കുന്നുണ്ടോ? മത്സര രംഗത്ത് നമ്മുടെ പാർട്ടിയുടെ ആളുകൾ ഉണ്ടാവും. ഇടപെടുക എന്ന് പറയുമ്പോൾ മത്സരമാണല്ലോ ശരിക്കും. അപ്പോൾ അത്തരം സംഭവത്തിനകത്ത് ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പാർട്ടി ശക്തിപ്പെടുത്താനും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും അതാണ് ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം. ഇപ്പൊ NDAക്കൊപ്പം നിന്നിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റോ അത്തരം ഒരു പരിഗണന ഒന്നും ഇല്ലല്ലോ. അപ്പോ ഞങ്ങളിപ്പോ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് ആ തുല്യ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ NDA എന്നുള്ള ഒരു പേരും. അതുകൊണ്ട് ആ NDA പേരിനകത്ത് ഞങ്ങൾ മാറി എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോ NDA നേതാക്കന്മാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ? അല്ല, ഇപ്പൊ നമ്മൾ ഇത്രയും വർഷം കൂടെ നിന്നിട്ട് അവർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇനി അവരുമായിട്ട് ചർച്ച നടത്തി ആ കാര്യങ്ങളും എന്തെങ്കിലും നടക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്കില്ലാതെ ആയിട്ടുണ്ട്. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു നിലപാടെടുത്തത് തന്നെ. അതുകൊണ്ട് ഒരു ചർച്ചയൊക്കെ ചർച്ച നടക്കുന്നതിന് കുഴപ്പമില്ല, നടക്കാം. പക്ഷെ അത് പ്രായോഗികമായിട്ട് ഒരു ചർച്ച സാധ്യത ഇപ്പോഴും തള്ളിക്കളയുന്നില്ല. അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ചർച്ച നടത്തി കാര്യമില്ല. ഇത്ര വർഷം ഉണ്ടായിട്ടൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇനി ഒരു ചർച്ച നടത്തിയാൽ അതുകൊണ്ട് എന്താണ്? അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും നേതാക്കന്മാർ ഈ പാർട്ടി വിട്ടതിന് ശേഷം ആരെങ്കിലും വിളിക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്താൽ അതൊരു സാമാന്യ മര്യാദയാണ്. അത് സംസാരിക്കും, അതൊന്നും ഉണ്ടാവില്ലേ. അതല്ല, ഇന്നലെ പാർട്ടി വിട്ടു. അപ്പൊ ഈ പാർട്ടി വിട്ടതിന് ശേഷം BJPയുടെ അല്ലെങ്കിൽ NDAയുടെ നേതാക്കന്മാർ ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു? 1-2 ആളുകൾ എന്നെ വിളിച്ചു. എനിക്ക് ഈ മീഡിയ ആയിട്ടുള്ള ഒരു സംസാരം അവരുടെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കാരണം അവര് തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല. അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സാധ്യത സംസാരിക്കുന്നതിന് എന്താണ് കുഴപ്പം? പക്ഷെ സംസാരിച്ചാലും കാര്യം നടക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കില്ല. അതുകൊണ്ട് വിട്ടത് എന്നുള്ള നിലയിൽ തന്നെ നിൽക്കും. ഈ തെരഞ്ഞെടുപ്പ് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പും കോഴ വിവാദമൊക്കെ ഇപ്പോഴും കേസായിട്ട് തന്നെ നിലനിൽക്കുന്നു. അത് കോടതിയിൽ കേസാണ്. അത് കേസിന്റെ മുറ പോലെ അത് നടക്കട്ടെ. ആ കാര്യത്തിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഇനി ഒറ്റയ്ക്ക് മുന്നണിയുമായി ഈ പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ. അതെ, ഒറ്റയ്ക്ക് പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴുള്ള ഒരു തീരുമാനം. പരമാവധി പാർട്ടിയെ ശക്തിപ്പെടുത്തി ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചത്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് തീരുമാനം.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇനി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ സി കെ ജാനു പറഞ്ഞിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസൽ ബാല, മീഡിയ 1 വയനാട്.